ഇപ്പോൾ കറക്റ്റ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. എനിക്ക് കേട്ടായിരുന്നു അല്ലെങ്കിലും കുറച്ച് ഡിലേ തോന്നി. അപ്പോൾ ഞാൻ ഒന്ന് ആദ്യം മുതൽ ഒന്ന് റെക്കോർഡിംഗ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ. അപ്പോൾ നമ്മൾ ഓക്കെ. BPCC 111 അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് നോക്കുന്നത്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഡിസോർഡേഴ്സ്? ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷനിൽ ഒരു ചെറിയൊരു സ്റ്റോറി പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയാൽ മതി, ടെക്സ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. Mrs. and Mr. A lived in a middle-income group flat in a colony in North Delhi. Mrs. A is a housewife and Mr. A is an accountant in a private firm. ഒരു ഫാമിലിയാണ് പറയുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സസ് എ എന്ന് പറയുന്നത് ഹൗസ് വൈഫാണ്. മിസ്റ്റർ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈവറ്റ് ഫേമിലെ അക്കൗണ്ടൻ്റ് ആണ്. ദേ ഹാവ് 2 children, a 17-year-old girl and a 13-year-old boy who study in a government aided school. 2 മക്കളുണ്ട്. 17 വയസ്സും 13 വയസ്സായിട്ടുള്ള 17 വയസ്സുള്ള പെൺകുട്ടി, 13 വയസ്സുള്ള ആൺകുട്ടി. രണ്ടുപേരും ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. ദ ഫാമിലി നെയ്തർ ഇൻട്രാക്ട്സ് വിത്ത് നെയ്ബേഴ്സ് നോർ ആർ ദേ വെൽക്കംഡ് ഇൻ ദെയർ ഹൗസ്. അവരെങ്ങനെയാണ്? നൈബേഴ്സായിട്ട്, അയൽക്കാരായിട്ട് യാതൊരു ഇൻട്രാക്റ്റും ഇല്ല. അവരാരും വീട്ടിലേക്ക് വരില്ല, ഇവരാരും അങ്ങോട്ട് പോകുന്നില്ല. ദേ ഡു നോട്ട് ഹാവ് ഫ്രണ്ട്സ് ആസ് മിസ്റ്റർ എ ഫീൽസ് ദാറ്റ് നെയ്ബേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആർ നോട്ട് സിൻസിയർ ആൻഡ് ദേ വുഡ് റിഡിക്യുൽ മിസ്റ്റർ എ ആൻഡ് ഹിസ് ഫാമിലി ആൻഡ് ഡൈവേർജ് ദെയർ ഫാമിലി ഡീറ്റെയിൽസ് ടു അതേഴ്സ്. അപ്പോൾ ഇവരുടെ ചിന്താഗതി അങ്ങനെയാണ്. മറ്റുള്ളവരായിട്ടൊരു ഇൻട്രാക്ഷനും ഇല്ല. അവരെന്താണ് വിചാരിക്കുന്നത്? മിസ്റ്റർ എ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആരും എന്താണ് സിൻസിയർ അല്ല. അവർ നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അവർ നമ്മളെ വല്ലാതെ പ്രശ്നക്കാരാണ്, നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റാത്തവരല്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് മിസ്റ്റർ എക്കുള്ളത്. മിസ്റ്റർ എ റിട്ടേൺസ് ഹോം എവറി നൈറ്റ് ഇൻ ഇൻഎബ്രിയേറ്റഡ് കണ്ടീഷൻസ് ആൻഡ് അബ്യൂസസ് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. മിസ്റ്റർ എ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് എന്താണ്? വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. വൈഫിനെ അബ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കുട്ടികളെ ഉപദ്രവിക്കുന്നു. അക്കോർഡിംഗ് ടു ഹിം ഹിസ് ലൈഫ് ഹാസ് ബീൻ ഡെസ്ട്രോയ്ഡ് ബൈ മാരിയിങ് എ വർത്ത്ലെസ് എഗ്ലി വുമൻ. അയാളുടെ ചിന്താഗതിയിൽ എന്താണ്? ഒരു എഗ്ലി വുമണിനെ കല്യാണം കഴിച്ചുകൊണ്ട് അയാളുടെ ജീവിതം നശിച്ചു പോയി എന്നാണ് അയാൾ വിചാരിക്കുന്നത്. മിസ്സസ് എ റെസ്പോൺസ് ബൈ ക്രൈയിങ്, ഫീലിംഗ് ഹെൽപ്ലെസ് ആൻഡ് സ്പെൻഡ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ ഹെർ റൂം കംപ്ലൈനിങ് ഓഫ് വേരിയസ് ആച്ചസ്, പെയിൻസ്, ഫാറ്റിക് ആൻഡ് ലാക്ക് ഓഫ് എനർജി ടു ഡു എനി വർക്ക്. റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മിസ്സസ് എ റെസ്പോണ്ട് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടാണ്, നിസ്സഹായാവസ്ഥയാണ്, അല്ലെങ്കിൽ തന്നെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടാണ്. എനിക്ക് വേദനിക്കുന്നു, ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. She feels her life is worthless and often talks about killing herself. In fact, she had attempted to commit suicide by taking a heavy dose of sleeping pills, but was saved due to timely intervention of her daughter. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയേക്കുന്നു. ഇപ്പോൾ ഈ വിഷമങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നു. പിന്നെന്തായി? അത് മകള് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയും ചെയ്തു. Lately, Mr. A has been taking frequent leaves from office and behaved aggressively with his superior. ഇനി മിസ്റ്റർ എ അതുമാത്രമല്ല, ഓഫീസിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തിട്ട് അവിടെ നിന്നും ആൾക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. The incidents invited a termination that was revoked only after the intervention of his boss, who took a considerate view because of his children's pleading. He has been allowed to rejoin office after a stern warning of not repeating his behavior in future. അങ്ങനെ അവിടെ നിന്ന് എന്താണ്, ഓഫീസിൽ നിന്ന് ആൾ ജോലി കളയുകയും ചെയ്തു. പിന്നെ വാണിങ്ങിന് ശേഷം ആൾ റീജോയിൻ ചെയ്യുകയും ചെയ്തു. മൊത്തത്തിൽ 2 പേരുടെ ഇടയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. Mrs. A and Mr. A, both parents, are not concerned about the falling grades and bullying behavior of their son at school. ഇവർ ഈ പ്രശ്നങ്ങൾക്കിടയിൽ എന്ത് നോക്കുന്നില്ല? കുട്ടീനെ പറ്റി ആലോചിക്കുന്നില്ല. മകൻ്റെ സ്കൂളിലുള്ള ബിഹേവിയർ എന്താണെന്നൊന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. സെവറൽ നോട്ടീസസ് ഫ്രം സ്കൂൾ ഫോർ പാരന്റ് ടീച്ചർ മീറ്റിംഗ് ഹാവ് ബീൻ ഇഗ്നോർഡ് ആൻഡ് മിസ്സസ് എ ഈസ് ടു ഇൽ ടു ഗോ ഔട്ട് ഓഫ് ഹൗസ് ആൻഡ് മിസ്റ്റർ എ ഈസ് ടു ബിസി ടു അറ്റൻഡ് ടു എ യൂസ്ലെസ് മാറ്റർ. മിസ്സസ് എക്ക് അത് പോയിട്ട് നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല. ആൾക്ക് ഭയങ്കര ക്ഷീണമാണ്. കാരണം വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഉപദ്രവം, വീട്ടിലെ ജോലികൾ. അപ്പോൾ മിസ്സസ് എന്താണ്, തളർന്നിട്ടാണ് ഇരിക്കുന്നത്. അത് പോയി നോക്കാനുള്ളൊരു ശാരീരികമായുള്ളൊരവസ്ഥ മിസ്സസ് എക്കില്ല. മിസ്റ്റർ എക്ക് എന്താണ്, ബിസിയാണ്. ഇത്രയും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ആൾക്ക് താല്പര്യമില്ല. ഡോട്ടർ ഫീൽസ് ഓവർ ബേർഡൻഡ് ആസ് ഷീ മസ്റ്റ് ഡു ദ ഹൗസ് ഹോൾഡ് വർക്ക് അലോങ് വിത്ത് സ്റ്റഡിയിങ് ഫോർ ഹെർ ക്ലാസ് 12th ബോർഡ് എക്സാം. ഡോട്ടർ എന്താണ്,
മകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 12ാം ക്ലാസ്സിലാണ്, ബോർഡ് എക്സാം ആണ്, അതിൻ്റെ ഇടയിൽ വീട്ടിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ ഭാരം. She complains of being overwhelmed by her mother's illness, father's collars and abusive behavior, domestic violence and apathy of her brother. In the past 15 years, she has fainted twice and the general physician has diagnosed her condition as malnourishment and stress. അവൾ ഡയഗ്നോസ് ചെയ്തത്, ഫിസിഷ്യൻ ഡയഗ്നോസ് ചെയ്തത് എന്താണ്? മാൽന്യൂറിഷ്മെൻറ്റ് ആൻഡ് സ്ട്രെസ്. ഇതാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ആൾ ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി വായിച്ചപ്പോൾ നമുക്ക് എന്താ തോന്നിയത്? ഒരുപാട് കുറേ വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതൊരു ഡിസോർഡർ ആണോ? ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നോർമലായിട്ടാണോ? അല്ലെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ നോർമലാണോ അബ്നോർമലാണോ? ഇതിനെ പറ്റിയൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന്. ഈസ് മിസ്സസ് ആൻഡ് മിസ്റ്റർ എസ് ഹൗസ് ഹോൾഡ് നോർമൽ? അവരുടെ ഇടയിലുള്ള വീട്ടിലുള്ള കാര്യങ്ങൾ നോർമലാണോ? ഹാവ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ? അവർക്കൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടോ? റിക്വയർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ? എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ അവർക്ക് വേണോ? വൈ ഡസ് സൺ ഷോ എ ബുള്ളിയിങ് ആൻഡ് എ കെയർലെസ് ആറ്റിറ്റ്യൂഡ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുള്ളിയിങ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്? ഈസ് ദ ഡോട്ടേഴ്സ് റെസ്പോൺസ് ടു ഹെർ ഫാമിലി സിറ്റുവേഷൻ നോർമൽ? മകൾ കുട്ടി ഫാമിലിയോട് കാണിക്കുന്ന സിറ്റുവേഷൻസ് നോർമലാണോ? Is the whole family pathological? Can something be done to improve the family's functioning? എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം ഫാമിലികളിലായാലും പാർട്ട്നേഴ്സിൻ്റെ ഇടയിലായാലും സ്റ്റുഡൻസിൻ്റെ ഇടയിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എന്നാലും ചിന്തിക്കാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല അസുഖങ്ങളും മാറാത്തത് അല്ലേ? എന്തിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു ഡിസോർഡറാക്കി മാറ്റല്ല, പക്ഷേ ഡിസോർഡർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിന് വേണ്ട സ്ട്രാറ്റജീസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ എങ്ങനെയാണ്? ഇപ്പോൾ ഇതൊക്കെ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് പറയാം, പക്ഷെ എന്താണ്? നോർമലാണോ അത്? ഒരിക്കലല്ല. ഇതൊക്കെ എന്താണ്? അബ്നോർമലാണ്. പലരും അത് ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴാണ് അത് നോർമലാകുന്നത്. ഇത് സൊസൈറ്റിയിൽ നോർമലാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ആകുമ്പോൾ ഇതൊക്കെ നോർമലാണ് എന്ന് പറയുന്നതാണ്. പക്ഷെ ചിന്തിച്ച് നോക്കിയാൽ എന്താണ്? അബ്നോർമലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ട ഇൻ്റർവെൻഷൻസ് നമ്മൾ എടുക്കുക. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം. ആദ്യത്തെ ടോപ്പിക്കാണ് കോൺസെപ്റ്റ് ഓഫ് അബ്നോർമാലിറ്റി ആൻഡ് നോർമാലിറ്റി. Since 19th century, the term normal in English derived from the Latin term normalis means conforming to rules, standard or a pattern. നോർമാലിസ് എന്നുള്ള ലാറ്റിൻ ടേമിൽ നിന്നാണ് നോർമൽ എന്ന വേർഡ് ഉണ്ടായത്. എന്താണ് മീൻ ചെയ്യുന്നത്? റൂൾസ്, കൺഫേമിങ് ടു റൂൾസ്, സ്റ്റാൻഡേർഡ്സ് ഓർ എ പാറ്റേൺ. റൂളും സ്റ്റാൻഡേർഡ്സും പാറ്റേൺസും ഒക്കെയാണ് അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സൊസൈറ്റിയുടെ റൂൾസ് അതനുസരിക്കുന്നവരെന്താണ്? നോർമലാണ്. സൊസൈറ്റിയുടെ റൂള് അനുസരിച്ച് പോകുന്നവർ നോർമലാണ്, അല്ലാത്തവരെന്താണ്? അബ്നോർമലാണ്. The term abnormal comes from a summation of two Latin terms, up plus norma. ഏതാണ്? up plus norma. ഈ രണ്ട് വേർഡിൽ നിന്നാണ് abnormal എന്ന വേർഡ് ഉണ്ടായത്. Where up means off, away from, deviate and norma means rule. So abnormalis in Latin means deviating from a fixed rule or irregular. ഇവിടെ ഓഫ് അല്ലെങ്കിൽ up എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഓഫ് അല്ലെങ്കിൽ away from അല്ലെങ്കിൽ ഡിവിയേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ റൂളിൽ നിന്ന് ഡിവിയേറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ഇറഗുലർ ആവുക. ഇതാണ് അബ്നോർമാലിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സോ ഇറ്റ്സ് ഇംഗ്ലീഷ് ഡെറിവേറ്റീവ് അബ്നോർമൽ മീൻസ് നോട്ട് കൺഫേമിംഗ് ടു റൂൾ, deviating from a type, standard, contrary to system or law, irregular, unnatural. Thus normality implies conforming to rules, standards, patterns, whereas abnormality means deviation from rules and standards. ഈ പറഞ്ഞത് തന്നെ. ഇപ്പോൾ നോർമാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? റൂൾസും സ്റ്റാൻഡേർഡ്സും പാറ്റേൺസും ഒക്കെ അനുസരിച്ച് പോവുക. അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഡിവിയേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ എന്തായി? അബ്നോർമലായി. However, since these are value-laden terms, what may be considered normal by some people may be considered as abnormal by others and vice versa. ഇങ്ങനെയൊക്കെയാണ് വെച്ചെങ്കിലും നോർമലും അബ്നോർമലും ചില ആളുകൾ നോർമലായി കാണുന്നതിനെ മറ്റു ചിലർ അബ്നോർമലായിട്ടായിരിക്കും കാണുക. അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് അബ്നോർമാലിറ്റി ആൻഡ് നോർമാലിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നോർമൽ എന്നുള്ള വേർഡ് ലാറ്റിൻ ടേമായ നോർമാലിസ് നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അബ്നോർമൽ എന്നുള്ള വേർഡ് ലാറ്റിൻ ടേംസ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് കൂടി ചേർന്നതാണ് അബ് പ്ലസ് നോർമ. അബ് എന്ന് പറയുന്നത് ഓഫ്,
അവേ ഫ്രം ഡിവിയേറ്റ്. ഈ മീനിങ്സ് ഒക്കെയാണ്. അതായത് ഡിവിയേറ്റ് ചെയ്ത് നിൽക്കുക, ഒരു റൂളിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺസിൽ നിന്നോ ഒക്കെ ഡിവിയേറ്റ് ചെയ്ത് നിൽക്കുക, ഇറഗുലറായിട്ട് ബിഹേവ് ചെയ്യുക, അതിനെയാണ് അബ്നോർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? ഇനി അടുത്തത് ക്രൈറ്റീരിയ ഓഫ് നോർമാലിറ്റി. അപ്പം നോർമാലിറ്റിയും പിന്നെ അതുപോലെ തന്നെ അബ്നോർമാലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിന് കുറച്ച് ക്രൈറ്റീരിയ പറയാണ്. ഒരു സിംഗിൾ ക്രൈറ്റീരിയ ആയിട്ട് നമുക്കിതിനെ കൂട്ടാനായിട്ട് പറ്റില്ല. പക്ഷെ എന്താണ്, കുറച്ചധികം ക്രൈറ്റീരിയ കൊണ്ടാണ് നോർമാലിറ്റി അഥവാ അബ്നോർമാലിറ്റി പറയുന്നത്. ഇനി അടുത്തത് നോർമാലിറ്റി ആസ് ഹെൽത്ത്. ഇറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് സിക്നെസ് ഈസ് നോർമൽ. ഒരു സിക്നെസ് ഇല്ല വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഓക്കെ ആണ് വെച്ചെങ്കിൽ നമുക്ക് നോർമലാണ് എന്ന് പറയാം. Thus, a person who does not have any pathology, that is, who is symptom free and is not hospitalized or underwent treatment, is normal. It implies that most of the people are normal, why only some are abnormal. എങ്ങനെയാണ്? അസുഖങ്ങളൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്കൊന്നും പോകുന്നില്ല, സിംറ്റംസ് ഒന്നും വരുന്നില്ല, എന്താണ്, നോർമലാണെന്ന് പറയാം. ഇനി അടുത്തതാണ് നോർമാലിറ്റി ആസ് ഐഡിയൽ. Normality as ideal. It goes a step further from viewing normality as health, that is, as being symptom free. It says that normality does not mean only being free from disease, but it means achieving the ideal state. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു, നോർമാലിറ്റി ആസ് ഹെൽത്ത്. ഹെൽത്ത് ഉണ്ട് വെച്ചെങ്കിൽ നോർമലാണ് എന്ന് പറയാം. ഇനി അതുകൂടാതെ ഹെൽത്ത് അല്ലെങ്കിൽ ഡിസീസ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ഐഡിയൽ സ്റ്റേറ്റും കൂടെ നോക്കണമെന്നാണ് പറയുന്നത്. That is only being free from disease, but it means achieving the ideal state, such as Roger's fully functioning person or Maslow's self-actualized person and Alport mature personality. നമ്മൾ കുറച്ച് നീഡ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാൾ റോഗേഴ്സിൻ്റെ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആളെന്തായി, നോർമലായി, ഫുള്ളി ഫങ്ഷനിങ് ആണ്. ഇനി മാഷ്ലോൻ്റെ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ, മാഷ്ലോൻ്റെ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ എന്താണ്, നമ്മളൊരു ഇത് പഠിച്ചില്ലേ, ഒരു പിരമിഡ് പഠിച്ചു, നമ്മളൊരു 5 നീഡ്സ് പഠിച്ചു. ആ 5 നീഡ്സ് ഏറ്റവും മുകളിലെ സെൽഫ് ആക്ച്വലൈസേഷൻ, ഈ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിയ ആളെന്തായി, നോർമലായി എന്നാണ് ഐഡിയൽ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ ആൽപോർട്ട്സ് മെച്യൂർ പേഴ്സണാലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ ആള് നോർമലായി. അപ്പം നോർമാലിറ്റി ആസ് ഐഡിയൽ ആണ് പറഞ്ഞത്, നോർമാലിറ്റി ആസ് ഐഡിയൽ. ആൻഡ് അടുത്തത് നോർമാലിറ്റി ആസ് ആവറേജ്. If a mean or average is calculated, then most of the cases tend to cluster around the mean, while those with extreme values tend to fall away from the mean or average. നമ്മൾ മീൻ അല്ലെങ്കിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. എങ്ങനെയാണ് നമ്മൾ മീൻ അല്ലെങ്കിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 1 2 3 4 5 അങ്ങനെ കുറച്ച് നമ്പേഴ്സ് തരികയാണ്. നമ്മൾ അതിൻ്റെ ഒക്കെ കൂടെ കൂട്ടി ടോട്ടൽ കണ്ടിട്ട് എന്ത് ചെയ്തു, മീൻ കാണുകയാണ്. നമ്മളിവിടെ ടോട്ടൽ കണ്ടു, മീൻ കണ്ടു, ടോട്ടൽ കണ്ടിട്ട് എന്നോട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, മീൻ കിട്ടി. അപ്പം മീൻ എങ്ങനെയാണ്? ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കേസസ് ഈസ് നോട്ട് നോൺ ആസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഈസ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ബൈ എ ബെൽ ഷേപ്ഡ് കർവ്. നമ്മളൊരു മീനിനെ എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക? ഒരു ബെൽ ഷേപ്പിലായിരിക്കും അല്ലേ? ഈ ബെൽ ഷേപ്പിനെ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയും. ഒരു ബെൽ ഷേപ്പിലായിരിക്കും നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടുക. അക്കോർഡിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറി, the cases clustering around average are conceptualized as normal, while the cases as the extreme as abnormal. നമുക്കൊരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മീൻ കിട്ടി, നമുക്കൊരു മീൻ കിട്ടി, ഇതാണ് എൻ്റെ മീൻ. അപ്പോൾ എൻ്റെ സ്കോറുകൾ എങ്ങനെയായിരിക്കും? എൻ്റെ സ്കോറുകൾ ഈ മീനിന് ചുറ്റും ഇങ്ങനെ ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ ഇതായിരിക്കും എൻ്റെ സ്കോറുകൾ. കളർ മാറ്റി കൊടുക്കും. ഇപ്പോൾ ഒരു മീൻ ഇതാണ് വെച്ചെങ്കിൽ എൻ്റെ സ്കോർ എന്തായിരിക്കും? എനിക്ക് കിട്ടിയ സാമ്പിളിൻ്റെ സ്കോറുകൾ ഈ മീനിൻ്റെ ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഏറ്റവും അടുത്തായിരിക്കും, മീനിൻ്റെ ഏറ്റവും അടുത്തായിരിക്കും.
ഇനി ഓക്കെ. അപ്പോൾ ഈ അടുത്തുള്ള സ്കോറുകൾ എന്തെന്ന് പറയും? നോർമൽ ആണെന്ന് പറയും. ഇനി അകലെയാണെന്ന് വിചാരിക്കുക. ഒരു സ്കോർ അകലെ, കുറച്ച് സ്കോറുകൾ അകലെ കിടക്കുന്നത്. അപ്പോൾ എന്തായി? ഓക്കെ. അത് അബ്നോർമലായി. അബ്നോർമൽ. അപ്പോൾ ഒരു ആവറേജിൻ്റെ ചുറ്റും ക്ലസ്റ്റർ ചെയ്ത് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെ നോർമൽ എന്ന് പറയും. ഇനി അകലെയാണ്, അതങ്ങനെ ഡിവിയേറ്റ് ചെയ്ത് കിടക്കുകയാണ്, ഒരുപാട് ഡിവിയേറ്റ് ചെയ്ത് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് അബ്നോർമൽ ആണെന്ന് പറയും. അപ്പം while the cases falling away from the average at either side are abnormal. അങ്ങനെ ഡിവിയേറ്റ് ചെയ്ത് കിടക്കുകയാണ്, കുറച്ച് അകലെയായിട്ടാണ് സ്കോറുകൾ കിടക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ അതിനെ അബ്നോർമൽ ആണെന്ന് പറയും. നമ്മൾ സ്റ്റാറ്റിയിൽ നോർമാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടേം നമ്മൾ അവിടെയും പഠിച്ചിരുന്നു ഇല്ലേ? നോർമാലിറ്റി, നമ്മുടെ സ്കോറുകൾക്ക് നോർമാലിറ്റി വേണം നമ്മൾ പറഞ്ഞിരുന്നു. അത് ഈ ഒരു സംഭവമാണ്. മീനിൻ്റെ ചുറ്റും സ്കോറുകൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. ഏറ്റവും അടുത്താണ് വെച്ചെങ്കിൽ നോർമലാണ്, അകലെയാണെങ്കിൽ നോർമാലിറ്റിയാണ്. ആ ഒരു ടേം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മോറോവർ, ദ ഫർദർ അവേ എ കേസ് ഈസ് ഫ്രം ആവറേജ്, ദ മോർ അബ്നോർമൽ ഇറ്റ് ഈസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഈസ് ബിലീവ്ഡ് ടു ബി സയൻറ്റിഫിക്. നമ്മളിത് സയൻറ്റിഫിക് ആക്കുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് അല്ലേ? സ്റ്റാറ്റി കൊണ്ട് തെളിയിച്ചതൊക്കെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് അപ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അബ്നോർമൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരുപാട് അകലെയാണ്. ഇനി അടുത്തതാണ് നോർമാലിറ്റി ആസ് സോഷ്യലി അക്സെപ്റ്റബിൾ. നോർമാലിറ്റി ആസ് സോഷ്യലി അക്സെപ്റ്റബിൾ. സോഷ്യൽ നോംസ് ഡിറ്റർമിൻ നോർമാലിറ്റി. ഇവിടെ സോഷ്യൽ നോംസ് വെച്ചിട്ട് പറയാണ്. നേരത്തെ പറഞ്ഞു സോഷ്യൽ നോംസ് എന്താണ്? അത് അനുസരിച്ച് പോകുന്നവരൊക്കെ നോർമലാണ് എന്നൊരു ചിന്താഗതി ഉണ്ട് അല്ലേ? സോഷ്യൽ നോംസ് ആർ ഡിറ്റർമിൻ നോർമാലിറ്റി. ബിഹേവിയർ വിച്ച് കൺഫേംസ് ടു ബി സോഷ്യൽ നോംസ് ഈസ് നോർമൽ. സോഷ്യൽ നോംസ് അനുസരിക്കുന്നവർക്ക് എന്തായി? നോർമലാണ്. അല്ലാത്തവർക്ക് എന്താണ്? അബ്നോർമലാണ്. This implies that we should neither seek nor accept the universal definitions of normality. Rather, normality is a socially specified concept. ഇവിടെ എന്താണ്? നോർമാലിറ്റി എന്ന് പറയുന്നത് സോഷ്യലി സ്പെസിഫൈഡ് കോൺസെപ്റ്റ് ആണ്. അതനുസരിച്ച് കഴിഞ്ഞാൽ നോർമലാണെന്ന് പറയും, അല്ലെങ്കിൽ നോർമൽ അല്ല അബ്നോർമൽ ആണെന്നുള്ള പറച്ചിലാവും. In 1930s, anthropologists gave the concept of cultural relativism to describe the role of society in determining the behavior of an individual. According to cultural relativism, what may be considered as normal in one society and may be considered as abnormal in another society. ഇവിടെ കൾച്ചറൽ റിലേറ്റിവിസം കൊണ്ടുവന്നു, ആന്ത്രോപോളജിസ്റ്റ് കൊണ്ടുവന്നതാണ് 1930s. ഈ കൾച്ചറൽ റിലേറ്റിവിസത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻ വൺ സൊസൈറ്റി മേ ബി കൺസിഡേർഡ് ആസ് അബ്നോർമൽ ഇൻ അനദർ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യം മറ്റൊരു സൊസൈറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അബ്നോർമൽ ആയിരിക്കും. For example, possession by a goddess is normal in some Asian societies, while it may be considered as a mental disorder by Western society. Goddess possession, അത് ഏഷ്യൻ സൊസൈറ്റിയിൽ എന്തായിരിക്കും? അത് കൺസിഡർ ചെയ്യും, നോർമലായിട്ട് ചിലപ്പോൾ കൺസിഡർ ചെയ്യും. പക്ഷേ വെസ്റ്റേൺ സൊസൈറ്റിയിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതെന്തായിരിക്കും? അതൊരു മെൻ്റൽ ഡിസോർഡർ ആയിരിക്കും. അവരതിനെ കാണുമ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മെൻ്റലി ഇയാൾ ഡിസോർഡർ ഉള്ള ഒരാളാണ് എന്ന് പറയും. അപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള കൾച്ചർ ആയിരിക്കില്ല മറ്റൊരു സൊസൈറ്റിയിലേക്ക്. അപ്പോൾ നോർമാലിറ്റിയും അബ്നോർമാലിറ്റിയും അവിടെ രണ്ടിലോട്ടും പോകുമ്പോൾ വ്യത്യാസം വരും. നോർമാലിറ്റി ആസ് എ പ്രോസസ്. നോർമാലിറ്റി ഡിഫൈൻസ് ആസ് എ പ്രോസസ് defines it temporally. That is, over the time as an individual passes through different developmental phases, his or her behavior is evaluated according to the given phase. ഇനി പ്രോസസ്സ് വെച്ച് നോക്കുക. ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് വലുതായി ഓരോ ഘട്ടങ്ങളുണ്ട്, ഡെവലപ്മെൻറ്റൽ ഫേസസ്. ഇതൊക്കെ കൃത്യമായിട്ട് നടന്നില്ല വെച്ചെങ്കിൽ എന്തല്ല? നോർമൽ അല്ല എന്ന് പറയും. ആ കുട്ടിക്ക് എന്തോ ഡെവലപ്മെൻറ്റിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്, ആ കുട്ടി ഡെവലപ്മെൻ്റലി അബ്നോർമലാണ്. ദസ് ബാബ്ലിംഗ് ഈസ് കൺസിഡേർഡ് ടു ബി നോർമൽ ഫോർ എൻ ഇൻഫൻറ്റ്. ബാബ്ലിംഗ് ചെയ്യുന്നത് കുട്ടികൾക്ക് എന്താണ്? ഇൻഫൻസിന് എന്താണ്? നോർമലാണ്. ബട്ട് ആസ് ആൻ അബ്നോർമൽ ബിഹേവിയർ ഫോർ എ 5-year-old ചൈൽഡ് ആൻഡ് ഫോർ എൻ അഡൾട്ട്. 5 വയസ്സുള്ള കുട്ടി ബാബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമലാണോ? അല്ല, അത് അബ്നോർമലായി. അപ്പോൾ ക്രൈറ്റീരിയസ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയത്. എന്തൊക്കെ പറഞ്ഞു? നോർമാലിറ്റി ആസ് ഹെൽത്ത്. ഫസ്റ്റ് വൺ ആണ് ഹെൽത്ത് വെച്ച് പറയാണ്. സിംറ്റംസ് ഇല്ലാത്ത ഒരാൾ എന്തായിരിക്കും? നോർമലായിരിക്കും. അതല്ലെങ്കിൽ അബ്നോർമലാണെന്ന് പറയും. നോർമാലിറ്റി ആസ് ഐഡിയൽ. ഐഡിയൽ സ്റ്റേറ്റ് വെച്ച് പറയാണ്. കാൾ റോഗേഴ്സിൻ്റെ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ, മാഷ്ലോൻ്റെ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ.
അതുപോലെ തന്നെ ആൽപോർട്സിൻ്റെ മെച്യൂർ പേഴ്സണാലിറ്റി. ഇതൊക്കെയുള്ള ആൾക്കാർ എന്തായിരിക്കും? നോർമലായിരിക്കും. നോർമാലിറ്റി ആസ് ആവറേജ്, ആവറേജ് വെച്ച് പറയാണ്. ആവറേജ് വെച്ച് പറയുമ്പോൾ എന്താണ്? മീൻ അല്ലെങ്കിൽ ആവറേജിന് ചുറ്റും ഉള്ളൊരു ആളാണ് വെച്ചെങ്കിൽ ആ ഒരു ആളുടെ പ്രോസസ്സ് ഈ ഒരു ആവറേജ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ആവറേജ് പേഴ്സണാലിറ്റിയാണ്, ആൾ നോർമലാണ്. അതുപോലെ തന്നെ നമ്മൾ IQ നോക്കുകയാണ്, ആവറേജ് ആണ് അയാളുടെ IQ വെച്ചെങ്കിൽ നോർമലാണെന്ന് പറയും. ഓക്കെ, അതാണ് ആവറേജ് അല്ലെങ്കിൽ മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മീനിൻ്റെ ചുറ്റും സ്കാറ്റർ ചെയ്യുക, അടുത്താണ് വെച്ചെങ്കിൽ നോർമലാണ്, എവേ ആണെങ്കിൽ കുറച്ച് അകലെയാണ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് വെച്ചെങ്കിൽ അബ്നോർമൽ ആയിരിക്കും. നമ്മൾ സ്റ്റാറ്റിയുടെ പ്രിൻസിപ്പിൾ വെച്ച് നോർമാലിറ്റീനെ ഡിഫൈൻ ചെയ്തു. നോർമാലിറ്റി ആസ് ആവറേജ്. ഇനി അടുത്തതാണ് നോർമാലിറ്റി ആസ് സോഷ്യലി അക്സെപ്റ്റബിൾ. സോഷ്യൽ നോംസ് ആണ് നോർമാലിറ്റീനെ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോഷ്യൽ നോംസ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുന്ന ഒരാളാണ് വെച്ചെങ്കിൽ നോർമലായിരിക്കും, അതല്ലെങ്കിൽ അബ്നോർമലായിരിക്കും. 1930s ആന്ത്രപ്പോളജിസ്റ്റ് ഒരു കൾച്ചറൽ റിലേറ്റിവിസം കോൺസെപ്റ്റ് കൊടുത്തിരുന്നു. അതിൽ പറയുന്നത് എന്താണ്? ചില സൊസൈറ്റികളിൽ നോർമലായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് സൊസൈറ്റിയിലോട്ട് പോകുമ്പോൾ അബ്നോർമലായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഗോഡസ് പൊസഷൻ ആണ്. ഏഷ്യൻ സൊസൈറ്റിയിൽ അത് കോമൺ ആയിരിക്കും, നോർമലായിരിക്കും. പക്ഷേ വെസ്റ്റേൺ സൊസൈറ്റിയിലോട്ട് പോകുമ്പോൾ അതെന്തായി? അതൊരു മെൻ്റൽ ഡിസോർഡർ ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ കൺസിഡർ ചെയ്യുക. ഇനി നോർമാലിറ്റി ആസ് എ പ്രോസസ്, ഡെവലപ്മെൻറ്റ് നോക്കി. ഡെവലപ്മെൻറ്റൽ ഫേസസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അബ്നോർമലായിരിക്കും. ബാബ്ലിംഗ് ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇൻഫൻസിന് ബാബ്ലിംഗ് എന്താണ്? നോർമലാണ്. പക്ഷെ ഒരു 5 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു അഡൽട്ട് ബാബ്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് അബ്നോർമൽ ബിഹേവിയർ ആയി. ഓക്കെ ആണോ ഇത്രയും? ഇനി അടുത്തതാണ് ക്രൈറ്റീരിയ ഓഫ് അബ്നോർമാലിറ്റി. The more someone meets these criteria, the greater the possibility for them to show abnormality. ഇനി ഈ ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണ്. ഈ ഒരാൾക്ക് ഈ ക്രൈറ്റീരിയകളൊക്കെ കൂടുന്തോറും അയാളുടെ അബ്നോർമാലിറ്റി കൂടുതലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആദ്യത്തെയാണ് ഡിസ്ട്രസ് ഇൻ സൈക്കോളജി. ഡിസ്ട്രസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് മെൻ്റൽ സഫറിങ് ഓർ മെൻ്റൽ അഗോണി. ഡിസ്ട്രസ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് സഫർ ചെയ്യാണ്. നമ്മൾ ആദ്യം വായിച്ച സ്റ്റോറിയിൽ മിസ്സസ് എ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അല്ലേ? മെൻ്റൽ സഫറിങ് ആണ്. Thus, any cognition, emotion and or action causing mental suffering or mental agony in an individual may indicate abnormality. However, distress does not always indicate abnormality. പക്ഷേ ഈ ഡിസ്ട്രസ് എപ്പോഴും അബ്നോർമാലിറ്റി ആവുന്നുണ്ടോ? ഇല്ല, എപ്പോഴും അബ്നോർമാലിറ്റി ആവുന്നില്ല. ചില സമയങ്ങളിൽ അബ്നോർമലാണ്. ഒരുപാട് സഹിച്ച് അതിൻ്റെ പരിധി വിടുമ്പോൾ അബ്നോർമലായിട്ട് മാറും. ഫർദർ, പ്രസൻസ് ഓഫ് അബ്നോർമാലിറ്റി ഡസ് നോട്ട് ഓൾവേസ് ലീഡ് ടു ഡിസ്ട്രസ്. ഇനി അബ്നോർമൽ ആയിട്ടുള്ള ആൾക്ക് എപ്പോഴും ഡിസ്ട്രസ് ഉണ്ടാകുമോ? അതുമില്ല. ഫോർ ഇൻസ്റ്റൻസ്, എ പേഴ്സൺ ഹൂ റിപ്പോർട്ട്സ് ഡിസ്ട്രസ് ഡ്യൂ ടു വറിയിങ് അബൌട്ട് എൻ ഇംപെൻഡിങ് ജോബ് ഇൻ്റർവ്യൂ കനോട്ട് ബി ലേബിൾഡ് ആസ് അബ്നോർമൽ. കണ്ടോ? അപ്പോൾ അബ്നോർമൽ ആണ്, നമുക്ക് എല്ലാ അവസ്ഥേനെയും അബ്നോർമൽ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. Furthermore, a person suffering from an abnormality such as anxiety or depression reports distress. ഇനി ആങ്സൈറ്റിയും ഡിപ്രഷനും ഉള്ള ഒരാളെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കും? ഡിസ്ട്രസ് ഉണ്ടായിരിക്കും. വല്ലാതെ ആങ്സൈറ്റിയും വല്ലാതെ ഡിപ്രഷനുമാണ് ആൾക്ക്. ആൾ അബ്നോർമലാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡിസ്ട്രസ് ഉണ്ടായിരിക്കും. Whereas another person suffering from an abnormality such as the manic phase of bipolar disorder or substance use disorder or antisocial personality disorder does not report distress. ഈ അസുഖങ്ങളുള്ളവർക്കൊന്നും ചിലപ്പോൾ ഡിസ്ട്രസ് ഉണ്ടായിരുന്നു വരില്ല. ബൈപ്പോളാർ ഡിസോർഡർ നോക്കുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ബൈപ്പോളറൊക്കെ എന്താണ്? ബൈപ്പോളറൊന്നും അധികം ആരെയായിട്ടും വലിയ അങ്ങോട്ട് ടച്ച് ഉണ്ടാവില്ല. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, എന്തെങ്കിലും ആൽക്കഹോളൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന ഡിസോർഡർ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, മറ്റുള്ളവരായിട്ട് അധികം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതൊന്നിലും ചിലപ്പോൾ ഡിസ്ട്രസ് ഉണ്ടായിരിക്കില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് വായിച്ച സ്റ്റോറിയിൽ മിസ്റ്റർ എ നോക്കാം, ആരെയായിട്ടും ഇൻട്രാക്റ്റഡ് അല്ല അല്ലേ? ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയാണ് അയാൾക്ക് അതിൽ കാണുന്നത്. ആളെന്തല്ല? ഡിസ്ട്രസ് അല്ല. ആൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നവും തോന്നുന്നില്ല. അപ്പം എല്ലാ അബ്നോർമൽ ബിഹേവിയേഴ്സിലും ഡിസ്ട്രസ് ഉണ്ടാകണമെന്നില്ല. അതുപോലെ എല്ലാ ഡിസ്ട്രസ് ബിഹേവിയേഴ്സും അബ്നോർമാലിറ്റിയിലോട്ട് പോകണമെന്നുമില്ല. അതാണ് ഡിസ്ട്രസ് ഇൻ സൈക്കോളജിയിൽ പറയുന്നത്. ഇനി അടുത്തതാണ് സോഷ്യൽ ഡിസ്കംഫേർട്ട്. Another indicator of abnormality is violation of an implicit or unwritten rule by an individual that causes discomfort to others. ഇത് സോഷ്യൽ ഡിസ്കംഫർട്ടാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നുക. ഇപ്പോൾ എൻ്റെ ഒരു ബിഹേവിയർ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ എന്ത് പറയും? ആൾ അബ്നോർമലാണ്.
നോർമൽ അല്ല. അപ്പോൾ ഇവിടെ അബ്നോർമാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സോഷ്യൽ റൂൾസ് വയലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ടു ഗ്രീറ്റ് സമ്മൺ ഈസ് എൻ ഇംപ്ലിസിറ്റ് റൂൾ. However, you feel uncomfortable if a stranger in a crowd suddenly rushes to you, greeting you excitedly with a forcible handshake. ഇതൊക്കെ ചെയ്യാണ്. ഇപ്പോൾ രാവിലെ തന്നെ കണ്ടു, ഒരു പരിചയമില്ലാത്ത ആൾ വന്നിട്ട് നമ്മൾ മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എന്താ, നമുക്ക് അബ്നോർമലാണെന്ന് തോന്നും. ഇനി നമുക്ക് പരിചയമുള്ള ആൾക്കാരായിക്കോട്ടെ, അത് നമുക്ക് പരിചയമുള്ള ആളാണെങ്കിൽ കൂടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത തരത്തിൽ നമ്മളെ വന്നിട്ട് വിഷ് ചെയ്യാണ്, നല്ല ഗ്രീറ്റ് ചെയ്യാണ്, അപ്പോഴും എന്തായിട്ട് തോന്നും, നമുക്ക് അബ്നോർമലായിട്ട് തോന്നും. ബട്ട് യു ഓൾസോ ഹാവ് എ സെൻസ് ഓഫ് ഡിസ്കംഫർട്ട് ഇഫ് someone known to you doesn't greet you at all or discreetly greets you and rushes away. Thus, whether this behavior can be categorized as abnormal depends on the situation. അപ്പം നമ്മൾ എന്താണ്, സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആൾ ബിഹേവ് ചെയ്യുന്നത് നോർമലാണോ അബ്നോർമലാണോ എന്ന് നോക്കും. സോഷ്യൽ ഡിസ്കംഫർട്ട് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് കംഫർട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല, ഓക്കെയാണ്, ആൾ കുഴപ്പമില്ല, നോർമലാണെന്ന് പറയും. നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാണ്, അപ്പോൾ എന്തായി, ആൾ അബ്നോർമലായി. ആരാണോ ബിഹേവ് ചെയ്തത് അവർ അബ്നോർമലായി. ഇനി അടുത്തതാണ് മാലഡാപ്റ്റീവ് ബിഹേവിയർ. Maladaptive behavior causes impairment in personal, occupational and social functioning of an individual, and thus it is an indicator of abnormality. ഇനി ബിഹേവിയറിലുള്ള മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മളെ എന്തിനൊക്കെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ ഫങ്ഷനിങ് ബാധിക്കുന്നുണ്ട്. പേഴ്സണൽ ഫങ്ഷനിങ്, ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്, സോഷ്യൽ ഫങ്ഷനിങ്, ഇതൊക്കെ ബാധിക്കുകയാണ്. അപ്പോൾ എന്തായി, അതൊരു അബ്നോർമാലിറ്റി ആയി. A behavior which is maladaptive either toward self or society or toward both is an indicator of abnormality. നമുക്ക് മാത്രമല്ല, സൊസൈറ്റിക്കും മറ്റുള്ളവർക്കും ഒക്കെ അത് അങ്ങനെ തോന്നുകയാണ്, ശരിയല്ല, അബ്നോർമലായി, മാലഡാപ്റ്റീവ് ബിഹേവിയർ. മിസ്റ്റർ എക്ക് ഒരു മാലഡാപ്റ്റീവ് ബിഹേവിയർ ആണ് അല്ലേ, ഇമ്പയർമെൻറ്റ് ഇൻ പേഴ്സണൽ, ഒക്യുപ്പേഷണൽ ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ്. ആളുടെ ജോലിനെ അത് ബാധിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾക്കൊരു മാലഡാപ്റ്റീവ് ബിഹേവിയറും കൂടെ ഉണ്ട്. ഇനി അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Abnormality is also defined in terms of deviation from normal. That is, being away from normal is abnormal, where the ab means away. ഇവിടെ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ഡിവിയേറ്റ് ചെയ്ത് നിൽക്കുക, നോർമലിൽ നിന്നും ഡിവിയേറ്റ് ചെയ്ത് നിൽക്കുക. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിച്ചു. എന്താണ് പഠിച്ചത്, മീനിൽ നിന്നും ഡിവിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതേപോലെ തന്നെ ഇവിടെ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുക, അതാണ് അബ്നോർമാലിറ്റിയിലുള്ള SD സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നത്. അബ് മീൻസ് എന്താണ്, എവേ, മാറി നിൽക്കുക. In other words, rarity is an indicator of abnormality. However, rare does not always means undesirable. For example, in case of IQ, a score which is significantly above or below mean is away from normal. IQ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ മീനിൻ്റെ മുകളിലും അല്ലെങ്കിൽ താഴെയായിട്ടും നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്ത് പറയും, നോർമൽ അല്ല. മീനിൻ്റെ മുകളിൽ കുറച്ച് താഴെയും കുറച്ച് മേലെയായിട്ടാണ് നിൽക്കുന്നത്. മീൻ ഒരു ആവറേജ് സ്കോർ ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആ കുട്ടിയുടെ IQ നോർമൽ അല്ല. ഹെൻസ് ബോത്ത് ദ സ്കോർ ഷുഡ് ബി കൺസിഡേർഡ് ആസ് അബ്നോർമൽ. അതുകൊണ്ട് തന്നെ എന്തായി, നോർമൽ അല്ല എന്ന് പറയുന്നത് എന്താണ്, അബ്നോർമലാണ്, നോർമൽ അല്ല. However, while the score significantly below the mean indicates intellectual disability and referred to as abnormal. അതുപോലെ തന്നെ എന്താണ്, സിഗ്നിഫിക്കൻ്റ്ലി ബിലോ ദ മീനിൻ്റെ താഴെയാണ്, ഇൻഡിക്കേറ്റ്സ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് റെഫേർഡ് ടു ആസ് അബ്നോർമൽ. മീനിന് താഴെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താന്ന് പറയും, ആ കുട്ടിക്ക് ID ആണ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആണ് ആ കുട്ടിക്ക്, അതെന്തായി, അബ്നോർമലായി. ദ സ്കോർ സിഗ്നിഫിക്കൻ്റ്ലി അബവ് ദ മീൻ സ്കോർസ് ഇൻഡിക്കേറ്റ് ജീനിയസ്. ഇനി മീനിൻ്റെ മുകളിലാണ്, അബവ് ദ മീൻ ആണ്, അപ്പോൾ എന്തായി, ജീനിയസ് ആയി. ആൻഡ് ഈസ് നോട്ട് റെഫേർഡ് ടു ആസ് അബ്നോർമൽ. അപ്പോൾ അതിൻ്റെ മുകളിലാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നില്ല, അബ്നോർമൽ ആണെന്ന് പറയുന്നില്ല, ജീനിയസ് ആണ് കുട്ടി. സോ ഇറ്റ് ഈസ് ഓൾസോ അവേ ഫ്രം ദ മീൻ. എങ്കിലും എന്താണ്, അത് മീനിൽ നിന്നും കുറച്ച് അകലെയാണല്ലേ, മീൻ വെച്ചിട്ടാണ് അവിടെ പറഞ്ഞത്, മീനിൻ്റെ താഴെയും മീനിൻ്റെ മുകളിലും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD, ഡിവിയേറ്റ് ചെയ്ത് നിൽക്കുക. ഇനി അടുത്തതാണ് culturally unexpected or violations of the standard rules of the society. Culturally unexpected action or an action that violates the standard rules of the society is taken as an index of abnormality. എന്താണ്, കൾച്ചറലി അൺഎക്സ്പെക്റ്റഡ് ആക്ഷൻ ഓർ ആൻ ആക്ഷൻ ദാറ്റ് വയലേറ്റ്സ് ദ സ്റ്റാൻഡേർഡ് റൂൾസ്. നമ്മൾ സോഷ്യൽ റൂൾസ് പറഞ്ഞ പോലെ തന്നെ കൾച്ചർ എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിൽ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ കൾച്ചർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റൂൾസിനെ വയലേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്തായി,
അബ്നോർമാലിറ്റിയിലോട്ട് പോയി. ഫോർ എക്സാമ്പിൾ, ഗോയിങ് ഇൻ ടു എ ട്രാൻസ് ഓർ ബീങ് പോസസ്ഡ് ബൈ എ ഗോസ്റ്റ് ഓർ എ ഗോഡസ് ഈസ് അക്സെപ്റ്റഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറിൽ ചിലപ്പോൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തൊന്നിരിക്കാം, നോർമലാക്കി കാണും. ഗോയിങ് ഇൻ ടു എ ട്രാൻസ് ഓർ ബീങ് പോസസ്ഡ് ബൈ എ ഗോസ്റ്റ് ഓർ എ ഗോഡസ്. ഹവർ ഇറ്റ് ഈസ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ്. ഇനി അതും എന്താണ്? കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡ് ആണ്, കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. Thus, if an individual goes into a trance in an overnight religious gathering called Jagran, it is seen as normal. ജാഗ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ എന്താ പറയാം, വെളിച്ചപ്പാട് കയറുക എന്നൊക്കെ പറയില്ലേ, അതെന്താണ് ഒരു അത് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിലോട്ട് പോകുമ്പോൾ അത് നോർമലായി അല്ലേ, ആ ഒരു തുള്ളലും ഇതൊക്കെ എന്തായി നോർമലായി. However, if a person show the same behavior in a daily life setting like school, office or home, it is interpreted as abnormal. ഇതേ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ഷോ സ്കൂളിലോ ഓഫീസിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് അബ്നോർമലായി. കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു റിലീജിയസ് ഗ്യാതറിങ്ങിൽ ആ ഒരു ബിഹേവിയർ കാണിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നോർമലായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ കോണ്ടെക്സ്റ്റ് മാറി, ഒരു സ്കൂളിലോ ഓഫീസിലോ ഹോമിലോ വീട്ടിലൊക്കെ അതേപോലെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായി? അബ്നോർമലായി. ആസ് ഗോയിങ് ഇൻ ടു എ ട്രാൻസ് ഡ്യൂറിങ് ഡെയിലി ലൈഫ് റൂട്ടീൻ ഈസ് നോട്ട് കൾച്ചറലി എക്സ്പെക്റ്റഡ്. അതിനെന്ത് ചെയ്യില്ല, കൾച്ചറലി എക്സ്പെക്റ്റഡ് അല്ലാത്തതുകൊണ്ട് അത് അബ്നോർമലാവും. ഓക്കെ, 1 സെക്കൻഡ്. That is, there is neither a single criteria that is present in all the normal or abnormal behavior, nor there is any single criteria that is enough to indicate normality or abnormality. അപ്പോൾ എന്താണ് ഇവിടെ? സിംഗിൾ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് നോർമലാണോ അബ്നോർമലാണോ എന്ന് പറയാനായിട്ട് പറ്റില്ല അല്ലേ. ഒരു ക്രൈറ്റീരിയ കൊണ്ട് മാത്രം നമുക്ക് നോർമാലിറ്റിയും അബ്നോർമാലിറ്റിയും വേർതിരിച്ച് പറയാനായിട്ട് പറ്റില്ല. ഹെൻസ് സൈക്കോളജിസ്റ്റ് ഹാവ് അറ്റംപ്റ്റഡ് ടു ഡിഫൈൻ എ സൈക്കോളജിക്കൽ ഡിസോർഡർ ബേസ്ഡ് ഓൺ ദിസ് ക്രൈറ്റീരിയ ഓഫ് അബ്നോർമാലിറ്റി. പക്ഷെ എന്താണ് ഇവിടെ ഈ അബ്നോർമാലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് പറയുന്നത്. ഇപ്പോൾ മിസ്റ്റർ എയുടെ കാര്യങ്ങൾ എടുത്തു, ആൾക്ക് നമുക്ക് ഒരുപാട് ഡിസോർഡേഴ്സ് അവിടെ നിന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രമാത്രം പോരാ, കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് കൃത്യമായിട്ട് ഇന്നതാണ് ഡിസോർഡർ എന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഏത് ക്രൈറ്റീരിയ ആണ് നോക്കുന്നത്? അബ്നോർമാലിറ്റിയുടെ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നോക്കുന്നത്. These are two standard classification systems for defining and diagnosing psychological disorders, namely the Diagnostic and Statistical Manual of Mental Disorders. പഠിക്കണം കേട്ടോ, DSM നമുക്ക് എഴുതാനുള്ളതാണ്. ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓർ മെൻ്റൽ ഡിസോർഡേഴ്സ്, DSM, ആൻഡ് കൺസ്ട്രക്റ്റഡ് ബൈ ദ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ. അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻസ് ആണ് അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് വരുന്നത് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഡിസീസസ്, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, അതായത് പ്രൊവൈഡഡ് ബൈ ദ WHO ആൻഡ് ഈസ് യൂസ്ഡ് വൈഡ്ലി ഔട്ട്സൈഡ് ദ USA. ഇതെന്താണ്? രണ്ടും DSM-ഉം പിന്നെ അതുപോലെ തന്നെ ICD. ഇതിലാണ് നമ്മുടെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ ഒരു ബുക്കാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അതിൽ DSM എന്താണ്? കൺസ്ട്രക്റ്റഡ് ബൈ ദ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, APA. ഇനി ICD കൊണ്ടുവന്നിട്ടുള്ളത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സെവറൽ എഡിഷൻസ് ഓഫ് ബോത്ത് ദ മാനുവൽസ് DSM ആൻഡ് ICD ഹാവ് ബീൻ പബ്ലിഷ്ഡ് ഓവർ ദ ലാസ്റ്റ് 75 years ആൻഡ് ലേറ്റസ്റ്റ് ബീങ് DSM-5 ആൻഡ് ICD-10. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് DSM-5ഉം ICD-10ഉം ആണ്. ICD-11 വന്നിട്ടുണ്ട്, അത് WHO അക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. 2019 വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്, ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് പറയാം. ICD-10 ഉണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും പഠിക്കുക, DSM-ഉം ICD. ഇതിൽ വെച്ചിട്ടാവും നമ്മൾ ഡിസോർഡേഴ്സ് പഠിക്കുക. അപ്പം ഇത്രയും മതി ഇന്നത്തേക്ക്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നോർമാലിറ്റിയും അതുപോലെ തന്നെ അബ്നോർമാലിറ്റിയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ആദ്യം അബ്നോർമാലിറ്റി, നോർമാലിറ്റിയുടെ കൺസെപ്റ്റും എഴുതുക. പിന്നെ അതുപോലെ തന്നെ നോർമാലിറ്റി ആസ് ഹെൽത്ത്, ഐഡിയൽ, ആവറേജ്, സോഷ്യലി അക്സെപ്റ്റബിൾ, പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സ്, നോർമാലിറ്റി ആസ് പ്രോസസ്സ്. ഇനി അബ്നോർമാലിറ്റിയുടെ ക്രൈറ്റീരിയാസ് നോക്കുകയാണെങ്കിൽ ഡിസ്ട്രെസ്, സോഷ്യൽ ഡിസ്കംഫർട്ട്, മാലഡാപ്റ്റീവ് ബിഹേവിയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കൾച്ചറലി അൺഎക്സ്പെക്റ്റഡ് ഓർ വയലേഷൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് റൂൾസ് ഓഫ് ദ സൊസൈറ്റി. ഇത്രയാണ് ക്രൈറ്റീരിയാസ് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.